മനുഷ്യരുടെ ഇടയിൽ എപ്പോഴും 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പുരാണങ്ങളിൽ 14 ലോകങ്ങളെക്കുറിച്ച് പറയുന്നു. ജൂയിഷ് വിശ്വാസപ്രകാരം 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ബൈബിളിലും നമുക്ക് പലപ്പോഴും നാം കാണുന്നത് 7 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സംഖ്യയാണ്, ഒരു പെർഫെക്റ്റ് ഫിഗറാണ്. 7 ചർച്ചസ്, 7 സ്പിരിറ്റ്സ്, 7 ത്രോൺസ് എന്നൊക്കെ നമുക്ക് ബൈബിളിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം സ്വസ്ഥനായിരുന്നതും 7-ാം ദിവസമാണ്. നമ്മൾ നമ്മുടെ ഈ ഭൂമിയിൽ മഴവിലിനെ കുറിച്ച് നോക്കുമ്പോൾ 7 വർണ്ണങ്ങളാണ് പ്രധാനമായി കാണുന്നത്. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ഇടയിലുള്ള ആ സംഖ്യ 7 എന്ന് പറയുന്ന ഡിജിറ്റ്സിന് മറ്റു വലിയൊരു പ്രാധാന്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാനോക്കിന്റെ പുസ്തകത്തിൽ, ബുക്ക് ഓഫ് ഹാനോക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ 7-ാം സ്വർഗത്തെക്കുറിച്ച് കാണുമ്പോഴാണ്. 7-ാം സ്വർഗത്തെക്കുറിച്ച് ഹാനോക്കിന്റെ പുസ്തകത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. നാം എപ്പോഴും നമ്മുടെ ബൈബിളിൽ കാണുന്ന കുറച്ച് പദങ്ങളാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, ഭൂമിയിൽ ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങൾ, ഓൾ ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് അതോറിറ്റീസ്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാനോക്കിന്റെ പുസ്തകം, അതിനകത്ത് 7-ാം സ്വർഗം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ യാത്ര ഒന്ന് നമ്മൾ തുടരേണ്ടത് ആവശ്യമാണ്. ലൂസിഫറിന്റെ ചരിത്രവും ലൂസിഫറിന് കിട്ടിയ അധികാരവും ലൂസിഫറിനോടൊപ്പമുള്ള സ്വർഗത്തിലെ ദൂതന്മാർക്ക് കിട്ടിയ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഈ പറയുന്ന അധികാരങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഷെപ്പേർഡ് ബോയ്സ്. ഐ എം സോജ സാംസൺ. പ്ലീസ് ജോയിൻ വിത്ത് മീ. കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടവർക്ക് അറിയാം, നമ്മൾ 1-ാം സ്വർഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. 2-ാം സ്വർഗം, 3-ാം സ്വർഗം, 4-ാം സ്വർഗം, 5-ാം സ്വർഗം, 6-ാം സ്വർഗം, 7-ാം സ്വർഗവും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. 8, 9 സ്വർഗം നമ്മൾ 4-ാം സ്വർഗം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മുടെ സൗരയൂഥവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവിടെ 8ഉം 9ഉം സ്വർഗം നമ്മൾ പ്രപഞ്ചവുമായി, യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട സ്വർഗീയ കാര്യങ്ങൾ അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കാനിടയായി. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയ 7-ാം സ്വർഗത്തെക്കുറിച്ചാണ്. അവിടെ പറയുന്നത് 6-ാം സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ദോസ്മേൻ, ആ 2 ഏഞ്ചൽസ് ഉണ്ടല്ലോ, ഹാനോക്കിനെ വഹിച്ചുകൊണ്ട്, ഹാനോക്കിനെ കൊണ്ട് സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ആ 2 ഏഞ്ചൽസ്, 2 ദൂതന്മാർ ഹാനോക്കിനെ 7-ാം സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ഹാനോക്ക് കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അവിടെ അതിഭയങ്കരമായ വെളിച്ചം, പ്രകാശം, ലൈറ്റ് കാണുവാൻ ഇടയായി തീർന്നു. ആ 7-ാം സ്വർഗത്തിൽ, അത്രയധികം പ്രകാശമുള്ള 7-ാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഫെയറി ട്രൂപ്സ് ഓഫ് ഗ്രേറ്റ് ആർക്കേഞ്ചൽസ്, ആർക്കേഞ്ചൽസിൻ്റെ മറ്റൊരു കൂട്ടത്തെ ഹാനോക്ക് അവിടെ കണ്ടു. നമ്മൾ 5-ാം സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ 5-ാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ തന്നെയാണ്, പക്ഷേ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരമായ ഗ്രിഗോറീസ് എന്ന് പറയുന്ന ദൂതന്മാരെയാണ് 5-ാം സ്വർഗത്തിൽ നമ്മൾ കണ്ടതും നമ്മൾ സംസാരിച്ചതും. 6-ാം സ്വർഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കണ്ടു ആർക്കേഞ്ചൽസിനെ കണ്ടു. അവിടെ നമ്മൾ 7 ടൈപ്സ് ഓഫ് ആർക്കേഞ്ചൽസിനെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ കെരൂബുകൾ, സാറാഫുകളെ കുറിച്ച് നമ്മളവിടെ ഓർമ്മിപ്പിച്ചു. ഈ 7-ാം സ്വർഗത്തിൽ ഹാനോക്ക് വന്നതും അതിൻ്റെ തൊട്ട് ലെവലിൽ, നെക്സ്റ്റ് ലെവലിലുള്ള ആർക്കേഞ്ചൽസിൻ്റെ മറ്റൊരു ഗ്രൂപ്പിനെയാണ് അവിടെ കണ്ടത്. ഇൻകോർപ്പറൽ ഫോഴ്സസ് അവിടെ കണ്ട ദൂതന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാ ഏഞ്ചൽസ് അല്ല. 5-ാം സ്വർഗത്തിൽ കണ്ട, 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലും കണ്ട ഏഞ്ചൽസ് അല്ല. 7-ാം സ്വർഗത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേറ്റ് ആർക്കേഞ്ചൽസ്. നമ്മൾ 6th ഹെവൻ, 6-ാം സ്വർഗത്തിൽ 7 ടൈപ്പ് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ 9 റെജിമെന്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു 9 കൂട്ടം ഏഞ്ചൽസിനെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഈ 7-ാം സ്വർഗത്തിൽ കെരൂബുകളുണ്ട്, സാറാഫുകളുണ്ട്. മറ്റൊന്ന് മെനി ഐഡ് വൺസ്, ഒത്തിരി കണ്ണുകളുള്ളതായിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ ദൂതന്മാരെ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹാനോക്ക് 7-ാം സ്വർഗത്തിൽ കണ്ടത്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 7-ാം സ്വർഗത്തിൽ
ഹാനോക്ക് കണ്ട ദൂതന്മാരുടെ കൂട്ടത്തിൽ അവിടെ ഡൊമീനിയൻ, ഓർഡേഴ്സ്, ഗവൺമെന്റ്സ് എന്നൊക്കെ പറയുന്ന ദൂതഗണത്തിനെ അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. ഈ ടൈപ്പ് അതോറിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ 7-ാം സ്വർഗത്തിലെ ഈ പറയുന്ന ദൂതഗണത്തിൽപ്പെട്ട ദൂതന്മാരാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് 7-ാം സ്വർഗത്തിലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരല്പം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഈ 7-ാം സ്വർഗത്തിലെ കാഴ്ചകളൊന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ പറയുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഹാനോക്ക് അവിടെ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഹാനോക്കിനെ കാണിച്ചു. ഹാനോക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം, അതായത് ദൈവത്തിൻ്റെ ദൂതന്മാർ 7-ാം സ്വർഗത്തിൽ ഹാനോക്കിനെ കൊണ്ട് എത്തിച്ചു. അവിടെ നിർത്തിയതിന് ശേഷം ഈ ദൂതന്മാർ കൊണ്ടുവന്ന 2 ദൂതന്മാർ ഹാനോക്കിനോട് പറയുന്നുണ്ട്, ഹാനോക്കെ, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പെർമിഷൻ എന്ന് പറയുന്നത് 7-ാം സ്വർഗം വരെയുള്ളൂ, ഇവിടം വരെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. 7-ാം സ്വർഗത്തിന് മുകളിൽ 8-ാം സ്വർഗത്തിലോ 9-ാം സ്വർഗത്തിലോ 10-ാം സ്വർഗത്തിലോ ഞങ്ങൾക്ക് കടന്നു വരുവാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഇവിടെ നിർത്തുകയാണ്. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് 7-ാം സ്വർഗത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുക, ഹാനോക്കിനെ കൊണ്ടെത്തിക്കുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ ആ 2 ദൂതന്മാർ, ഭൂമിയിൽ നിന്ന് ഹാനോക്കിനെ എടുത്തുകൊണ്ട് വന്ന ദൂതന്മാരില്ലേ, ഹാനോക്കിന്റെ വീട്ടിൽ നിന്ന് ഹാനോക്കിനെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് യാത്ര തുടങ്ങിയ ദൂതന്മാരില്ലേ, ആ 2 ദൂതന്മാർ 7-ാം സ്വർഗത്തിൽ ഹാനോക്കിനെ കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്ന് ഈ 2 ദൂതന്മാർ അപ്രത്യക്ഷമായി. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കൊണ്ടുവന്ന ദൂതന്മാർ എന്ന് പറയുന്നത് മിക്കവാറും 5-ാം സ്വർഗത്തിലെ ഗ്രിഗറി എന്ന് പറയുന്ന ദൂതഗണത്തിലെ ദൂതന്മാരായിരിക്കണം. കാരണം ഗ്രിഗറിക്ക് വരെ 7-ാം സ്വർഗം വരെ വരാൻ പറ്റത്തുള്ളൂ. ഗ്രിഗറീസിന് 1-ാം സ്വർഗത്തിലെ ദൂതന്മാർക്കെല്ലാം 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും 10-ാം സ്വർഗത്തിലും ഒന്നും വരാനുള്ള പെർമിഷൻസ് ഇല്ല. ഈ പറയുന്ന ഗ്രിഗറീസിലും 5-ാം സ്വർഗത്തിലുള്ള ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരന്മാരായിരിക്കുന്ന ഗ്രിഗറീസിനും ഈ പറയുന്ന 7-ാം സ്വർഗം വരെ വരാനുള്ള പെർമിഷൻ ഉള്ളൂ. അതിന് മുകളിലോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഹാനോക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. താൻ എന്താ പറയുന്നത്, ശിവർ, നമ്മൾ ദൂതന്മാരെയൊക്കെ കണ്ട് ദാനിയേൽ പുസ്തകത്തിനകത്തൊക്കെ വായിക്കുമ്പോൾ ദൂതന്മാരെ കണ്ടിട്ട്, പ്രധാന ദൂതനെയൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത്, ജീവനില്ലാതെ നിൽക്കുന്ന ഭയത്തോട് വിറയലോട് നിൽക്കുന്ന ഒരു സംഭവങ്ങളില്ലേ, സെയിം ഇൻസിഡന്റ് ആണ് ഇവിടെ ഹാനോക്കിന് സംഭവിച്ചത്. തന്നെ 7-ാം സ്വർഗത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് പരവശമനായിട്ട് നിൽക്കുമ്പോൾ പ്രധാന ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ ഹാനോക്കിന്റെ അടുക്കൽ വന്നിട്ട് ഹാനോക്കിനോട് പറയുകയാണ്, ഹാനോക്കെ, ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി ഇവിടെ തൊട്ട് ഞാനാണ് നിന്നെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗബ്രിയേലാണ് ഹാനോക്കിനെ 7-ാം സ്വർഗത്തിൽ നിന്ന് എടുത്തുകൊണ്ട് 8, 9, 10 സ്വർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പറയുന്ന ഒരു പദം വളരെ രസമാണ്. ഗബ്രിയേൽ ഹാനോക്കിനെ കൊണ്ട് പോകുന്നത് ആസ് എ ലീഫ് കോട്ട് ഓഫ് ബൈ ദ വിൻഡ്. നമ്മുടെ ഈ കാറ്റൊക്കെ അടിച്ച് ഇല ഒഴുകി നടക്കത്തില്ലേ, വെയിറ്റ് ഇല്ലാതെ ഒഴുകി നടക്കുന്നതിന്റെ കൂട്ടം തൂവൽ പോലെ ഹാനോക്കിനെ എടുത്തുകൊണ്ട് 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും 10-ാം സ്വർഗത്തിലും കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 7-ാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ടത്. ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള 1-2 വിഷയം എന്ന് പറയുന്നത്, ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നും ബൈബിളിൽ നിന്നും നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡൊമീനിയൻസ്, ഓർഡേഴ്സ്, ഗവൺമെന്റ്സ് അല്ലെങ്കിൽ അതോറിറ്റീസ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. വാഴ്ചകൾ, അധികാരങ്ങൾ. നമ്മൾ എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ. അപ്പം ഇവിടെ നമുക്ക് വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയെക്കുറിച്ചൊക്കെ പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഓൾ ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് എന്ന് നമ്മൾ പറയുന്ന ആ പോരാട്ടം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളതെന്ന് പൗലോസ് പറയുന്നത്? വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഓൾ ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് അതോറിറ്റീസ്.
ഈ പറയുന്ന കാര്യങ്ങളോടാണ്, ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ പൗലോസ് കൊലോസി ലേഖനത്തിനകത്തും ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊലോസി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഹാനോക്ക് 7-ാം സ്വർഗത്തിൽ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം ബൈബിളിൽ പറയുന്നുണ്ട് വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ദൃശ്യമായത്, അദൃശ്യമായത്, ഭൂമിയിലുള്ളത്, സ്വർഗത്തിലുള്ളത്, ഇതെല്ലാം ആർ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വാഴ്ചകൾ, അധികാരങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കൊലോസ്യർ, എഫേസ്യർ ലേഖനത്തിനകത്തൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഹാനോക്ക് കണ്ട ഈ 7-ാം സ്വർഗത്തിലെ ദൂതന്മാരാണ് വാസ്തവത്തിൽ ഈ പറയുന്ന വാഴ്ചകളും അധികാരങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്നത്. അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് 7-ാം സ്വർഗത്തിലെ ദൂതഗണങ്ങളാണ്. നമ്മൾ 4-ാം സ്വർഗത്തിലെ ദൂതഗണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഓർമ്മിപ്പിച്ചു, സൗരയുധവുമായി ബന്ധപ്പെട്ട നമ്മുടെ സൂര്യൻ, ഭൂമിയുമായി ബന്ധപ്പെട്ട നമ്മുടെ കാടുകള്, അല്ലെങ്കിൽ നദികള്, സമുദ്രങ്ങള്, കാട്ടിലെ മൃഗങ്ങൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് 4-ാം സ്വർഗത്തിലെ ദൂതന്മാരാന്ന് പറഞ്ഞു. 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട്, യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അവിടെ സൂര്യനെ നിയന്ത്രിക്കണം, ചന്ദ്രനെ നിയന്ത്രിക്കണം, കാലാവസ്ഥയെ നിയന്ത്രിക്കണം. അങ്ങനെ ഓരോ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചവുമായി മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് 8-ാം സ്വർഗത്തിലെ 9-ാം സ്വർഗത്തിലെ ദൂതഗണങ്ങളാണ്. ദ സെയിം വേ അതുപോലെ തന്നെ 7-ാം സ്വർഗത്തിലെ ദൂതഗണങ്ങളുടെ പ്രത്യേകതയാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ 7-ാം സ്വർഗത്തിലെ ദൂതന്മാരാണ്. ഇവിടെ 1-2 കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വാസ്തവത്തിൽ നാം ഈ പറയുന്ന ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ലൂസിഫർ വാസ്തവത്തിൽ എത്രാം സ്വർഗത്തിലാ എന്ന് ചോദിച്ചാൽ ലൂസിഫർ 7-ാം സ്വർഗത്തിലായിരുന്നു. അതെന്തുകൊണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, കാരണം ലൂസിഫർ ആണ് 7-ാം സ്വർഗത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ദൂതന്മാരിൽ ഒരു ദൂതൻ ഈ ലൂസിഫർ ആയിരുന്നു. നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഒരു വീഡിയോ മാത്രം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ലൂസിഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യും. എങ്കിലും ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കും. അപ്പോൾ ലൂസിഫർ വാസ്തവത്തിൽ 7-ാം സ്വർഗത്തിലെ പ്രധാന ദൂതനായിരിക്കുന്ന ഒരു ദൂതനായിരുന്നു. ഇനിയിപ്പം ആ ദൂതഗണത്തിൽ 7-ാം സ്വർഗത്തിൽ ഈ പറയുന്ന ഇത്രയും ദൂതഗണങ്ങളുണ്ട്. അതിൽ ഒരു ദൂതഗണത്തിന്റെ നേതാവായിരുന്നു ഈ പറയുന്ന ലൂസിഫർ. മീഖായേലിനെ കുറിച്ച് നമ്മൾ 6-ാം സ്വർഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മീഖായേലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മീഖായേൽ എന്ന് പറയുന്നത് ആ ദൂതഗണത്തിന്റെ പ്രിൻസ് ആണ്. ഗബ്രിയേൽ എന്ന് പറയുന്നത് ആ ദൂതഗണത്തിന്റെ പ്രിൻസ് ആണ്. നമ്മൾ ഗ്രിഗോറിയസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ദൂതഗണത്തിന്റെ പ്രിൻസിന്റെ പേര് നമ്മൾ പറഞ്ഞു. 2-ാം സ്വർഗത്തിൽ ചങ്ങലെ ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ സദനേൽ എന്ന് പറയുന്ന, സമയാസെ എന്ന് പറയുന്ന ദൂതഗണത്തിന്റെ പ്രിൻസ് എന്ന് പറയുന്നത് സദനേലായിരുന്നു. അപ്പം ഓരോ ദൂതഗണത്തിനും ഓരോ പ്രിൻസ് ഉണ്ട്. നമ്മൾ അതിനെന്താ പറയുന്നത്, ദൂതഗണത്തിന്റെ നേതാക്കളുണ്ട്. അതുപോലെ തന്നെ ഈ 7-ാം സ്വർഗത്തിലെ ഇപ്പം മീഖായേൽ എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, കൂടുതലും യുദ്ധപ്രഭുവാണ്, പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ. പക്ഷെ ആ ഒരു ദൂതഗണത്തിന്റെ പ്രിൻസ് ആരാന്ന് ചോദിച്ചാൽ മീഖായേലാണ്. ഇൻ ദ സെയിം വേ ലൂസിഫർ ആയിരിക്കുന്ന ദൂതഗണത്തിന്റെ നേതാവാര്, പ്രിൻസ് ആരാന്ന് ചോദിച്ചാൽ ആ ദൂതൻ ലൂസിഫർ ആയിരുന്നു. ഇനി അത് മാത്രമല്ല, ലൂസിഫറിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ താനായിരിക്കുന്ന സ്വർഗത്തിലെ 1/3
ദൂതന്മാരെ തന്നോട് ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തന്നോടൊപ്പം മത്സരിച്ചു, അല്ലെങ്കിൽ അത്രയും ദൂതഗണങ്ങൾ താനായിരിക്കുന്ന, അല്ലെങ്കിൽ 7-ാം സ്വർഗത്തിലെ ദൂതഗണങ്ങളിൽ 1/3 ദൂതഗണത്തെ, ഈ വാഴ്ചകൾ അധികാരങ്ങളെല്ലാം അതോറിറ്റീസ് ദൈവം കൊടുത്ത ദൂതഗണത്തിലെ 1/3 ദൂതന്മാർ ഈ പറയുന്ന ലൂസിഫറിനോടൊപ്പം ചേരുവാൻ ഇടയായി. നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ. ദൈവം ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് 7-ാം സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം മാറ്റി, അല്ലെങ്കിൽ നമ്മൾ വെട്ടിയെന്ന് പറയാം, വെട്ടിയിട്ടു. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിനകത്ത് ദാനിയേൽ ഉപവസിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഇൻസിഡന്റ് നമുക്കറിയാം. 21 ദിവസം ദാനിയേൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ദാനിയേലിനോട് പറയുന്നുണ്ട്, ദാനിയേല്, നിന്റെ പ്രാർത്ഥനയുടെ 1-ാം ദിവസം തന്നെ ദൈവം മറുപടി അയച്ചു. അവിടെ വായിക്കുന്ന ആ വാക്യം, അവിടെ പറയുന്ന ആ വാക്യം ഞാനൊന്ന് മലയാളത്തിൽ വായിക്കാം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. നമ്മൾ ആ പദം ശ്രദ്ധിക്കുക. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിരിടുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു. അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, ബട്ട് ദ പ്രിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് പേർഷ്യ, അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നത് ദ പ്രിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് പേർഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർസി രാജ്യത്തിന്റെ പ്രഭു. അത് നമ്മൾ ഈ പറയുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈറസോ, അവരൊന്നുമല്ല അവിടെ പറയുന്നത്. അവിടെ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് തന്നെയാണ്. ആ ഫോളൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയ ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ ദ പ്രിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് പേർഷ്യ എന്നാണ് അവിടെ പറയുന്നത്. അന്നേരോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി, ദൈവം വെട്ടിക്കളഞ്ഞ ദൂതന്മാർ. ആ ദൂതന്മാരെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പോഴും പ്രിൻസ് എന്ന് തന്നെയാണ്. പാർസി രാജ്യത്തിന്റെ പ്രഭു, അവിടെ പ്രിൻസ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ആ വാക്യം ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ബട്ട് ദ പ്രിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് പേർഷ്യ വിച്ച് സ്റ്റുഡ് മീ 21 days and behold Michael, one of the chief princes. അപ്പോ മീഖായേൽ അല്ലെങ്കിൽ മൈക്കിൾ എന്ന് പറയുന്ന ദൂതനെ അഡ്രസ് ചെയ്യുന്നതും വൺ ഓഫ് ദ ചീഫ് പ്രിൻസസ്. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ച്. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോഴും ദ പ്രിൻസ് ഓഫ് പേർഷ്യ, അവിടെയും പ്രിൻസ് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മീഖായേലിനെ കുറിച്ച് പറയുമ്പോൾ വൺ ഓഫ് ദ ചീഫ് പ്രിൻസസ്, അവിടെയും പറഞ്ഞിരിക്കുന്നത് പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരിക്കുന്ന മീഖായേൽ എന്നോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുവാൻ ഇടയായി തീർന്നു. മോശയുടെ ശരീരത്തെക്കുറിച്ച് സാത്താൻ വാദിക്കുമ്പോൾ പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ ലൂസിഫറിനോട്, സാത്താനോട് പറയുന്നത് ദൈവം നിന്നെ ഫൽസിക്കട്ടെ എന്നാണ്. കാരണം മീഖായേൽ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മീഖായേലും ലൂസിഫറും ഒരേ അതോറിറ്റി ഉള്ളവരായിരുന്നു. അവർ ഇരുവരും 7-ാം സ്വർഗത്തിൽ ഉള്ളവരായിരുന്നു. ലൂസിഫറിനോട് ഡയറക്റ്റ് യുദ്ധം ചെയ്ത് ജയിക്കാൻ മീഖായേലിന് പറ്റത്തില്ല. നമ്മൾ ഈ ദാനിയേൽ പുസ്തകത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങി 1,85,000 യോദ്ധാക്കളെ കൊന്നു നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അതേ ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് തന്നെ പാർസി രാജ്യത്തിന്റെ പ്രഭുവുമായിട്ട് ഒരു ദൂതൻ യുദ്ധത്തിന് വേണ്ടി വന്നപ്പം പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ വന്ന് യുദ്ധം ചെയ്ത് അവിടെ ജയിച്ചു. അവിടെ യുദ്ധം ചെയ്ത് ആര് ജയിച്ചു? പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ ജയിക്കുവാനിടയായി തീർന്നു. എന്നാൽ മോശയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് അവിടെ വാദിക്കുന്ന സമയത്ത് മീഖായേൽ ഈ ലൂസിഫറുമായിട്ട് യുദ്ധം ചെയ്തില്ല. യുദ്ധം ചെയ്യാതെ അവിടെ മീഖായേൽ പറഞ്ഞ പദം എന്ന് പറയുന്നത് ദൈവം നിന്നെ ഫൽസിക്കട്ടെ. കാരണം അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഈക്വൽ അതോറിറ്റി ആണുള്ളത്. നമ്മൾ ആ ഭാഗം ലൂസിഫറിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് തരും. ആ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ദൂതനായിരിക്കുന്ന ലൂസിഫറിനെ ദൈവത്തിന് കൊന്നുകളയാൻ പറ്റത്തില്ല എന്നോ, ദൈവത്തിന് കൊന്നുകളയാൻ പറ്റുമായിരുന്നു. മനുഷ്യനെ മൊത്തത്തിൽ ദൈവത്തിന് കൊന്നുകളയാൻ പറ്റത്തില്ലായിരുന്നു. പാപം ചെയ്തപ്പോൾ കൊന്നുകളയാമായിരുന്നു. ഈ മനുഷ്യനെ തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടി അയക്കുന്ന മനുഷ്യനെ
രക്ഷിക്കാൻ വേണ്ടി ലൂസിഫർ എന്ന് പറയുന്ന പിശാചിനെ ദൈവത്തിന് കൊല്ലാമായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം, ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ലൂസിഫറിനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. മനുഷ്യന് വേണ്ടി ദൈവം തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ലൂസിഫറിനെ കൊല്ലുവാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഡിവൈൻ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. മനുഷ്യനെ നശിപ്പിച്ചില്ല ദൈവം, മനുഷ്യനെ നശിപ്പിച്ചു. പക്ഷെ നോഹയുടെ കുടുംബത്തെ മാത്രം ദൈവം മാറ്റി നിർത്തി. ഇതുപോലെ തന്നെ ലൂസിഫറിനെ കൊല്ലുവാൻ പറ്റത്തില്ല, കൊല്ലാം, പക്ഷെ ദൈവം ചെയ്തില്ല. കാരണം രണ്ടുപേരും സൃഷ്ടിയാണ്. ഈ സൃഷ്ടികൾ തമ്മിലുള്ള വിഷയത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് ആരാണ് ദൈവത്തെ കൂടുതൽ അനുസരിക്കുകയും ദൈവത്തെ ആരാണ് കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നതെന്ന് ദൈവം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതുപോലെ ഈ ഏഴാം സ്വർഗത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ദൃശ്യമായത്, അദൃശ്യമായത്, ഇതിനെല്ലാം ദൈവം കൺട്രോൾ ചെയ്യാൻ ആക്കി വെച്ചിരിക്കുന്ന ദൂതഗണങ്ങളായിരുന്നു ഏഴാം സ്വർഗത്തിൽ. ആ ദൂതഗണത്തില് ഒരു ദൂതഗണത്തിന്റെ ഒത്തിരി ദൂതഗണങ്ങളുണ്ട്. 9 റെജിമെന്റ്സിനെ അവിടെ കാണുന്നുണ്ട്. ഏതാ? നമ്മുടെ ഹാനോക്ക് 9 റെജിമെന്റ്സ്, ഈ പറയുന്ന ദൂതഗണങ്ങൾ കൂടാതെ മറ്റൊരു 9 ഗണങ്ങൾ കൂടെ അവിടെ കാണുന്നുണ്ട്. അപ്പം ഈ ഏഴാം സ്വർഗത്തിലെ ഏതോ ഒരു ഗണമാണ് നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ച ലൂസിഫർ പ്രിൻസ് ആയിട്ടുള്ള ദൂതഗണം എന്ന് പറയുന്നത്. അപ്പോൾ ലൂസിഫർ പ്രിൻസ് ആയിരിക്കുന്ന ദൂതഗണത്തിലെ ദൂതന്മാർക്കും ഈ അതോറിറ്റി ഉണ്ട്. ഏതാ അതോറിറ്റിയാ? വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഓൾ ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഇനി വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? പവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്തെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു സ്റ്റേറ്റിനെ ആരെങ്കിലും ഭരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ പ്രിൻസ് എന്നാണ് സാധാരണ പറയുന്നത്. ഒരു സ്റ്റേറ്റ്, നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് അങ്ങ് നമ്മൾ ചിന്തിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് വരുന്ന, സ്റ്റേറ്റ് കുറച്ചേറെ സ്റ്റേറ്റ് കൂടുന്നതാണ് ഒരു കൺട്രി എന്ന് പറയുന്നതിൻ്റെ കൂട്ട്. ഇവിടെ സംഭവിക്കുന്നത്, ഓരോ ദേശത്തെയും ഭരിക്കുവാൻ, കൺട്രോൾ ചെയ്യുവാൻ ദൈവം ദൂതന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ ദൂതന്മാരാണ് ഏഴാം സ്വർഗത്തിലുള്ളത്. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ ആ പാർസി രാജ്യത്തിന്റെ അതോറിറ്റി ദൈവം വാസ്തവത്തിൽ ഈ ഏഴാം സ്വർഗത്തില് ദൂതന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദൂതന്മാരിൽ ഒരു ദൂതന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും ഈ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും ഉണ്ട്. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും അധികാരം ദൈവം ദൂതന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അധികാരമുള്ള ദൂതന്മാർ ഏതെന്ന് ചോദിച്ചാൽ ആ ദൂതന്മാരാണ് ഏഴാം സ്വർഗത്തിലെ ദൂതന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ലൂസിഫർ, സാത്താൻ വന്നിട്ട് പറയുന്നത്, ഈ കാണുന്നതൊക്കെയും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഈ ലോകത്തിന് എനിക്കൊരു അധികാരമുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ദൂതന്മാർക്കും, എൻ്റെ കൂട്ടത്തിൽ ഏതാ 3-1 ദൂതന്മാർക്കും ഈ പറയുന്ന അതോറിറ്റീസ് എല്ലാം ഉണ്ട്. ഈ 3-1 ദൂതന്മാരെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് സ്വർഗത്തിൽ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് മഹോദ്രവകാലം ഉണ്ടല്ലോ, 3.5 വർഷത്തെ. ആ 3.5 വർഷത്തെ മഹോദ്രവത്തിന് ശേഷം സ്വർഗത്തെ വലിയൊരു യുദ്ധത്തെ കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്നേരമാണ് വാസ്തവത്തില് ഈ ദൂതഗണങ്ങളെ, ഏതാ ലൂസിഫറിന്റെ കൂട്ടത്തിലുള്ള, സാത്താന്റെ കൂട്ടത്തിലുള്ള ദൂതഗണങ്ങളെ മൊത്തം സ്വർഗീയ മണ്ഡലത്തിൽ നിന്നും വെട്ടി താഴെ ഭൂമിയിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ചേറെ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങള് 1-2 സംശയങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഇത് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് നടക്കുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ ലൂസിഫറിനെ ദൈവം വെട്ടിയിടുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ക്രൂശിന്മേൽ അവരെ തോൽപ്പിച്ചിട്ടില്ല. കാരണം അത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണ്. അപ്പം അവിടെ ഓർക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ലൂസിഫറിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിഗളം വന്നപ്പോഴാണല്ലോ ദൈവം ലൂസിഫറിനെ വെട്ടി താഴെയിട്ടത്.
ആ കൂട്ടത്തിൽ അവനോട് കൂടെ ഉള്ള ആ സ്വർഗത്തിലെ 3 ദൂതന്മാരും വെട്ടേറ്റു, അല്ലെങ്കിൽ അവരെ 7-ാം സ്വർഗത്തിൽ നിന്ന് ദൈവം മാറ്റി. സ്വർഗത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ 7-ാം സ്വർഗത്തിൽ നിന്ന് മാറ്റുവാൻ ഇടയായി തീർന്നു. പക്ഷേ അവർക്ക് കൊടുത്ത അതോറിറ്റി ദൈവം എടുത്തു കളഞ്ഞിട്ടില്ലായിരുന്നു. ലൂസിഫർ തെറ്റ് ചെയ്തപ്പോഴും ലൂസിഫറിനെ ആ സ്വർഗത്തിൽ നിന്ന് ദൈവം വെട്ടി താഴെയിട്ടു. പക്ഷെ ലൂസിഫറിന്റെ മേൽ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി ഇന്നും നമ്മൾ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുമ്പോഴും ഇന്നും ആ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി ഉള്ളത് കൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മൃഗത്തിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. ഏത് മൃഗത്തിന്? നമ്മുടെ കടലിൽ നിന്ന് കയറി വരുന്ന 1-ാം മൃഗത്തിന്. ഈ മൃഗത്തിന് ആരാ അധികാരം കൊടുക്കുന്നത്? മഹാസർപ്പം. മഹാസർപ്പം എന്ന് പറയുന്നത് പണ്ടത്തെ പാമ്പ് എന്ന് പറയുന്നത് സാത്താൻ. ലൂസിഫർ തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. 7-ാം വാക്യത്തിൽ പറയുന്നു, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ ക്രൂശിന്മേൽ യേശു എല്ലാ വാഴ്ചകളെയും അധികാരങ്ങൾ ആയുധവർഗം വെപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ആത്മീയ അർത്ഥത്തിൽ അത് വാസ്തവമാണ്. ആത്മീയ അർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാ വാഴ്ചകളും അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു എങ്കിൽ ഇപ്പോൾ പിശാചിന് അധികാരം കാണത്തില്ലല്ലോ. അപ്പോൾ പിശാചിന്റെ അധികാരം പോയില്ലേ? സാത്താന്റെ അധികാരം പോയില്ലേ? സാത്താന്റെ സിംഹാസനം പോയില്ലേ? അപ്പൊ ക്രൂശിൽ യേശു ഇങ്ങനെ അവരെ പരസ്യ കാഴ്ചയാക്കി അല്ലെങ്കിൽ പരസ്യ കോലമാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയപ്പോൾ അവിടെ പറയുന്ന അധികാരം അത് ആത്മീയ ഭാഷയിലുള്ള മറ്റൊരു അധികാരമാണ്. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, സാത്താൻ ഇപ്പോഴും അതോറിറ്റി ഉണ്ട്. സാത്താന് അതോറിറ്റി ഉള്ളതുകൊണ്ടാണ്, അധികാരം ഉള്ളതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് 1-ാമത്തെ മൃഗവും 2-ാമത്തെ മൃഗവും അവിടെ കയറി വരുമ്പോൾ ഈ സാത്താനാണ് തൻ്റെ അധികാരം, ഗ്രേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്, വലിയ അധികാരം സിംഹാസനവും കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, 7-ാം സ്വർഗത്തിലെ ദൂതഗണത്തിനാണ് ദൈവം വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും എല്ലാം, അല്ലെങ്കിൽ അതിനെ ഭരിക്കുവാനുള്ള അധികാരം കൊടുത്തിരുന്നത്. ഈ അധികാരമുള്ള ദൂതന്മാർ ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തിന്മേലും ഉണ്ട്. 3-1 ദൂതന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ദൈവം അന്ന് കൊടുത്തിരുന്ന അധികാരമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ചില ദേശങ്ങളുടെ അധികാരം. ആ ദേശങ്ങളുടെ അധികാരം ഇപ്പോഴും ആ ദൂതന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ മറ്റ് നല്ല ദൂതന്മാരില്ലേ? 3-1 പോയുള്ളൂ, ബാക്കി 3-2 ദൂതന്മാരില്ലേ? അപ്പോൾ അവരായിരിക്കുന്ന ദേശത്തെ, അല്ലെങ്കിൽ ദൈവം അവർക്ക് അതോറിറ്റി കൊടുത്തിരിക്കുന്ന ദേശത്തിന്റെ അധികാരം ആ ദൂതന്മാർക്കാണ്. മറ്റേ 3-1 ലൂസിഫറിനോടൊപ്പം പോയ ദൂതന്മാർക്ക് അവർക്ക് ദൈവം അന്ന് കൊടുത്ത ദേശത്തിന്റെ അധികാരം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് എന്നാണ് ഈ അധികാരം പൂർണ്ണമായിട്ടോ ഈ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് യേശു ക്രിസ്തു പിടിച്ചടക്കുന്നത് ചോദിച്ചാൽ റെവലേഷൻ, നമ്മുടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-9 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാന സമയത്താണ് സ്വർഗത്തിൽ വലിയൊരു യുദ്ധം നടക്കുമ്പോൾ 3-1 ദൂതന്മാരെ, അന്ന് സാത്താനോടൊപ്പം ചേർന്ന് പോയ 3-1 ദൂതന്മാരെ വെട്ടി ഭൂമിയിലേക്ക് ഇടുവാൻ, ബന്ധിച്ചു കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അന്ന് വരെ ലൂസിഫറിനും ഈ ഭൂമിമേൽ അധികാരമുണ്ട്. ലൂസിഫറിനോടൊപ്പമുള്ള മറ്റു ദൂതന്മാർക്കും ഈ ഭൂമിമേൽ അധികാരമുണ്ട്. ഓരോ സ്ഥലത്തിന്മേലും അധികാരമുണ്ട്. പ്രത്യേകിച്ച് ദൈവം അവരെ ആക്കി വെച്ച സമയമുണ്ടല്ലോ, ആക്കി വെച്ച സമയത്ത് ഏതൊക്കെ ദേശത്തിന്റെ അധിപതികളായിരുന്നു അവർ, ആ അധികാരം ഇപ്പോഴും അവര് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു അതോറിറ്റി അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 7-ാം സ്വർഗത്തിലെ ദൂതന്മാരാണ് ഈ വാഴ്ചകളും അധികാരങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ പ്രിൻസ് ഓഫ്, അതായത് 3-1 ഏഞ്ചൽസിന്റെ പ്രിൻസ് ആയിരുന്നു ഈ പറയുന്ന ലൂസിഫർ. they do not have the same place in heaven. അവർക്ക് 7-ാം സ്വർഗത്തിൽ സ്ഥാനം വെപ്പില്ല. 7-ാം സ്വർഗത്തിൽ നിന്ന് ദൈവം അവരെ താഴെയിട്ടു. പക്ഷേ they not yet fallen to the earth. അവരിപ്പോഴും ഭൂമിയിൽ
വെട്ടേറ്റ് ചകറ്റ് അവർ വീണിട്ടില്ല, അവർക്ക് ഇപ്പോഴും അധികാരമുണ്ട്. അതുകൊണ്ടാണ് they do maintain their seats of authority in heavenly place. They do maintain. നോക്കിക്കേട്ടെ, എത്ര നല്ല പദമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ അധികാരത്തെക്കുറിച്ചുള്ള നല്ലൊരു പദം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. They do maintain their seats of authority in heavenly places. ഈ പറയുന്ന ലൂസിഫറിനെ കുറിച്ച് യേശുക്രിസ്തു ക്രൂശുമേൽ മരിച്ചു എന്ന് പറയുമ്പോൾ സാത്താന്റെ മേൽ ജയം കൊണ്ടാടി എന്ന് പറയുമ്പോഴും അതിനുശേഷമാണ് ഈ പറയുന്ന എപ്പിസ്റ്റൽസ് ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അവിടെ 2 കൊരിന്ത്യൻ്റെ അകത്ത് ലൂസിഫറിനെ കുറിച്ച് പിശാചിനെ കുറിച്ച് പറയുന്നത് ഗോഡ് ഓഫ് ദിസ് ഏജ്, ഈ യുഗത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ് അവിടെ സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോണം, ക്രൂശിൽ യേശു മരിച്ചതിന് ശേഷം പൗലോസ് പറയുന്നത്, വചനത്തിൽ കാണുന്നത് സാത്താനെ കുറിച്ച് ഇപ്പോഴും ഈ ലോകത്തിന്റെ പ്രഭു ആരാന്ന് ചോദിച്ചാൽ അത് പിശാച് തന്നെയാണ്. അവർക്ക് അത് അതോറിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 2 മൃഗത്തിനും സാത്താൻ തന്റെ അധികാരം സിംഹാസനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമയം വരെ സ്വർഗത്തില് യുദ്ധമുണ്ടാകുന്ന ഏറ്റവും അവസാനത്തെ ഗ്രേറ്റ് ട്രിബുലേഷൻ സമയം വരെ ഈ ദൂതന്മാർക്ക് അതോറിറ്റി ഉണ്ട്. അതിനുശേഷമാണ് സ്വർഗീയ സ്ഥലങ്ങളിൽ നിന്ന് അവരെ ദൈവം ഭൂമിയിലേക്ക് വെട്ടിക്കളയും, അവരെ പണിഷ്മെന്റ് ചെയ്യുവാനും ഇടയായി തീർന്നത്. ഇത്രയും കാര്യങ്ങളാണ് 7-ാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ടത്. ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യും. ഏകദേശം ടോപ്പിക്കുകൾ നമ്മളിവിടെ കവർ ചെയ്തു. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ 10-ാം സ്വർഗത്തെക്കുറിച്ച് 8, 9 സ്വർഗം നമ്മൾ 4-ാം സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കവർ ചെയ്തു. നമ്മളിനി 10-ാം സ്വർഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് വാസ്തവത്തിൽ 7-ാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ടത്. പിന്നെ നമ്മൾ ഈ പറയുന്ന വാച്ചുകളും അധികാരങ്ങളെ നമ്മൾ നമ്മുടെ ബൈബിളിൽ നിന്ന് ഹാനോക്കിന്റെ പുസ്തകവുമായി കമ്പയർ ചെയ്ത് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിച്ചത്. നിങ്ങൾക്ക് ഇതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഷെപ്പേർഡ് ബോയ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് പ്രചോദനമാണ്. നിങ്ങളുടെ